ഈശോയിൽ സ്നേഹമുള്ളവരെ, അടുത്ത ഞായറാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്, പെന്തക്കോസ്ത തിരുനാൾ. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന 50-ാമത്തെ ദിവസം, 50-ാം തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പരിശീലനം, വിശ്വാസ പരിശീലനം. പരിശീലനം നൽകിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. പരിശീലനം നൽകിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. ഒരു പരിശീലനത്തിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്നില്ല. നമുക്ക് മനസ്സിലാകില്ല. അത് നമുക്ക് മറിയത്തിൻ്റെ ജീവിതം എടുത്താലും, പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ജീവിതം എടുത്താലും ഒക്കെ, അപ്പോസ്തലന്മാരുടെ കാര്യമെടുത്താലും പരിശീലനം നൽകിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. ഇന്ന് എഫെസോസ് എന്ന സ്ഥലം, ആ സ്ഥലത്തിനൊരു പരിശീലനം ദൈവം കൊടുക്കുന്നുണ്ട്. അവരിന്ന് പറയുകയാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്നൊന്ന് കേട്ടിട്ട് പോലുമില്ല. അവർക്ക് പിന്നെ പൗലോസ് അവരുടെ മേൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറയും. അപ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ ഒരു പരിശീലനം ആവശ്യമാണ്. നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അതുകൊണ്ടാണല്ലോ നമ്മൾ കാറ്റഗറ്റിക്കൽ ഫോർമേഷൻ, കാറ്റഗിസം, സൺഡേ ക്ലാസ്. ഒരു വികാരിയച്ഛൻ്റെ കടമ എന്താണെന്നറിയാവോ? വിശ്വാസികൾക്ക് പരിശീലനം കൊടുക്കുക. അതാണ് ഒരു വികാരിയച്ഛൻ്റെ കടമ. ഒരു മെത്രാൻ്റെ ഏറ്റവും വലിയ കടമ എന്താണെന്നറിയാവോ? വൈദിക പരിശീലനം കൊടുക്കുക, വൈദികരെ ഫോം ചെയ്യുക. വൈദികരില്ലെങ്കിൽ രൂപത നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല. വിശ്വാസികളില്ലെങ്കിൽ, പള്ളി വരാൻ ആളില്ലെങ്കിൽ എന്തു ചെയ്യും? പള്ളി വരാൻ ആളില്ല, പിന്നെ എന്തു ചെയ്യും? ഇപ്പം പരിശീലനം കൊടുക്കുക. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കടമ അതാണ്. പള്ളിയോട് ചേർന്ന്, സഭയോട് ചേർന്ന് വിശ്വാസ പരിശീലനം മക്കൾക്ക് കൊടുക്കുക. മക്കൾക്ക് പരിശീലനം കൊടുക്കാൻ നമ്മൾ അത്ര താല്പര്യം കാണിക്കുമ്പോൾ നമുക്ക് പരിശീലനം വേണ്ടേ? കാറ്റഗിസം എപ്പോഴോ കഴിഞ്ഞതാണ്. പിന്നെ അപ്ഡേഷൻ വേണ്ടേ? നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ച് മനസ്സിലാക്കി പോകണ്ടേ? നമുക്കാരും പരിശീലനം തരാനില്ല, നമ്മൾ സ്വയം പരിശീലിക്കുന്നുമില്ല. നമുക്കുള്ള അവസരങ്ങൾ, ധ്യാനങ്ങൾ, അതുപോലെ ഞായറാഴ്ച അച്ഛന്മാർ നൽകുന്ന വചന വിചിന്തനങ്ങൾ, കുടുംബ കൂട്ടായ്മയിലെ വിശുദ്ധ ഗ്രന്ഥ വിചിന്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ പരിശീലനങ്ങളാണ്. പരിശീലനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. പരിശീലനം കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. ഇത് ഇന്നത്തെ വായന നടപടി പുസ്തകം 19-ാം അധ്യായമാണ്. 18-ാം അധ്യായത്തിൽ അവർ എഫേസോസിൽ എത്തിച്ചേർന്നു. 18-19 അവർ എഫേസോസിൽ എത്തിച്ചേർന്നു. അവൻ മറ്റുള്ളവരെ അവിടെ വിട്ടിട്ട് സിനഗോഗിൽ പ്രവേശിച്ച് യഹൂദരുമായി വാദത്തിൽ ഏർപ്പെട്ടു. 20-ാമത്തെ വാക്യത്തിൽ, കുറേ നാൾ കൂടി ഞങ്ങളോടൊത്ത് താമസിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സമ്മതിച്ചില്ല. പൗലോസ് സമ്മതിച്ചില്ല. പോലെ പൗലോസ് സ്ലീഹായി, അങ്ങ് പോകല്ലേ, ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ കൂടി നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവം അനുവദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവൻ വിടവാങ്ങുകയും എഫെസോസിൽ നിന്ന് കപ്പൽ കയറുകയും ചെയ്തു. ഇതാണ് എഫെസോസിൻ്റെ ഒരു ചിത്രം മനസ്സിൽ വയ്ക്കുക. ഒരു ജനം, ആ എഫെസോസിന് ദൈവം പരിശീലനം കൊടുക്കുന്നത്. അവർക്ക് ആ വിശുദ്ധനെ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ അവിടെ വേണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ പുണ്യാളം പറയും, പൗലോസ് അപ്പോസ്തലൻ പറയും, ദൈവം അനുവദിച്ചാൽ ഞാൻ വരും എന്ന് പറയും. അതിനിടയിലാണ് അപ്പോളോസ് എന്ന് പേരുള്ള ഒരു വ്യക്തി, അദ്ദേഹം അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫെസോസിൽ വന്നു. അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു. കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. അവന് യോഹന്നാൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. എങ്കിലും യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അവൻ സിനഗോഗുകളിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദേശത്തേക്ക്, എഫേസോസ് എന്ന സ്ഥലത്തേക്ക് ഒരു ദാസനെ അയച്ചു കൊടുക്കുന്നത് കണ്ടോ? എഫേസോസിൻ്റെ പരിശീലനമാണ്. എഫേസോസ് എന്ന സ്ഥലത്തിൻ്റെ പരിശീലനത്തിന് വേണ്ടി ദൈവം പൗലോസ് സ്ലീഹ പിന്നീട് ചെല്ലുന്നതിന് മുൻപ് അപ്പോളോസ് എന്ന വ്യക്തിയെ അയച്ചു. അപ്പോളോസിന് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ല. അറിയാവുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് അവൻ തെറ്റുകൂടാതെ പഠിപ്പിച്ചിരുന്നു. ഇത് കാറ്റഗിസം ടീച്ചേഴ്സാണ്, ബൈബിളിലെ കാറ്റഗിസം ടീച്ചേഴ്സാണ് അക്വില പ്രഷില ദമ്പതികൾ. അപ്പോൾ ഇയാളിങ്ങനെ പ്രസംഗിക്കുന്നത് അവർ കേൾക്കുകയാണ്. അക്വില പ്രഷില ദമ്പതികൾ അവർ കേൾക്കുകയാണ്. അവൻ സിനഗോഗുകളിലും
ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിസ്കില്ലയും അക്വിലായും അവൻ്റെ പ്രസംഗം കേട്ടു. എന്നിട്ട് അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിൻ്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഇത് അപ്പോളോസിനുള്ള പരിശീലനം കൂടിയാണ്, എഫേസോസിനുള്ള പരിശീലനം കൂടിയാണ്. പരിശീലനം മസ്റ്റാണ്. ഏത് നാടായാലും ഇടവകയായാലും ഒരു ദൈവ പൈതലായാലും പരിശീലനം മസ്റ്റാണ്. അപ്പോളോസിന് അക്വില പ്രിസ്കില്ല ദമ്പതികൾ അവർ മുന്നേ പൗലോസിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തവരാണ്. ഈ അക്വില പ്രിസ്കില്ല ദമ്പതികൾ അവർ കൊരിന്തോസിലെത്തിയപ്പോൾ പൗലോസിന് താമസ സ്ഥലം കൊടുക്കുകയും അവരൊരുമിച്ച് വചനം പഠിക്കുകയും ചെയ്തവരാണ്. പൗലോസിൻ്റെ ശിഷ്യന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം അക്വില പ്രിസ്കില്ല ദമ്പതികൾ. അവർ അപ്പോളോസിന് പരിശീലനം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൻ അക്കായ എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെയും അവൻ വളരെ ധൈര്യത്തോടുകൂടെ കൃപാവരം മൂലം വിശ്വാസം സ്വീകരിച്ചവരെ അവൻ വളരെയധികം സഹായിച്ചു. അവൻ പൊതുസ്ഥലങ്ങളിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണെന്ന് തെളിയിക്കുകയും യഹൂദന്മാരെ വാക്കുമുട്ടിക്കുകയും ചെയ്തു. അപ്പോൾ അപ്പോളോസിന്റെ പരിശീലനം നോക്കിക്കേ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലുമൊക്കെ വചനമൊക്കെ അറിയാവോ? ഏതെങ്കിലും വചനങ്ങൾ ഒന്ന് കാണാതെ പഠിച്ചിട്ടുണ്ടോ? അപ്പോളോസിന്റെ പരിശീലനം നോക്കിക്കേ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവൻ പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടോ? ഏതെങ്കിലും വചനം, ഇവിടെ മുതിർന്ന സഹോദരങ്ങളൊക്കെ ഉണ്ട്, ഏതെങ്കിലും ഒരു വചനം കാണാതെ അറിയാവോ? കാണാതെ അറിയാൻ പാടില്ലെങ്കിൽ, ഒരു വചനം പോലും അറിയില്ലെങ്കിൽ പെട്ടെന്ന് പറയുന്ന വചനമാണ്, കർത്താവാണ് എൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അത് സങ്കീർത്തനം 23. അതെങ്കിലും അറിയാവോ? ഇത് വചനം അറിയില്ലെങ്കിൽ നമുക്ക് പരിശീലനം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? കൂടെ കുമ്പസാരിക്കുന്നില്ല, ഞായറാഴ്ച ആചരിക്കുന്നില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് പരിശീലനം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പരിശീലനത്തിലാണോ? പരിശീലനം സ്വീകരിച്ചവർക്കുള്ള അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. പരിശീലനം സ്വീകരിച്ചവർക്കുള്ള അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോളോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി. അപ്പോൾ അവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അപ്പോൾ അവർ പറയാം, ഞങ്ങൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. കാരണം ഈ അപ്പോളോസ് പറഞ്ഞത് യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്. അവരെന്നിട്ട് യേശുവിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. എന്നിട്ട് പൗലോസ് അവരുടെ മേൽ കൈവച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതാണ്. അപ്പോൾ പരിശീലനം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ അധികൃതർ നമുക്ക് പെർമിഷൻ തരണം, സ്കൂളിൽ പഠിക്കാൻ പെർമിഷൻ തരണം. നമുക്ക് മാമോദീസയിലൂടെ കത്തോലിക്ക സഭയിൽ പെർമിഷൻ കിട്ടിയതല്ലേ? മാമോദീസയിലൂടെ കത്തോലിക്ക സഭയിൽ അഡ്മിഷൻ കിട്ടിയവരാണ് നമ്മൾ. അടുത്തത് എന്താണ്? ഫോർമേഷൻ, പരിശീലനം. അടുത്തത് ഫോർമേഷനാണ്. ഫോർമേഷൻ കഴിഞ്ഞിട്ടാണ് കൺഫർമേഷൻ. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫോർമേഷൻ കഴിഞ്ഞാൽ കൺഫർമേഷൻ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഫോർമേഷൻ നടത്തിക്കൊണ്ടിരിക്കണം, നിരന്തരം ഫോർമേഷൻ, വിശ്വാസ പരിശീലനം, മരണം വരെ വിശ്വാസ പരിശീലനം. മറിയത്തിൻ്റെ കാര്യം എടുത്ത, മറിയം 3-ാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് മറിയത്തിന് അപ്രായമെത്തിയപ്പോൾ ദൈവദൂതൻ വന്ന് പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് മറുപടികൾ പറയാൻ പറ്റിയത്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നൊക്കെ പറയാൻ പറ്റിയത്. അത് ഫോർമേഷൻ്റെ ഗുണമാണ്. ഫോർമേഷൻ്റെ അവസാനമാണ് പരിശുദ്ധാത്മാവിന് ശക്തമായിട്ട് കൊടുത്തത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കും. ലൂക്കാ 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഫോർമേഷൻ്റെ അവസാനം. ശിഷ്യന്മാർ 3 വർഷം ഈശോയുടെ കൂടെ ഫോർമേഷൻ. ഈശോ സെലക്ട് ചെയ്തു, ഇല്ല അവർക്ക് പെർമിഷൻ കിട്ടി, ഈശോയുടെ ശിഷ്യഗണത്തിൽ വരാൻ പെർമിഷൻ കിട്ടി. എന്നിട്ട് പരിശീലനം, നീണ്ട 3 വർഷക്കാലം പരിശീലനം. അത് കഴിഞ്ഞിട്ടാണ് ഉത്ഥാനാനന്തരം പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകമായി അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ കിട്ടണം. അഡ്മിഷൻ കിട്ടി, പെർമിഷൻ കിട്ടി. കത്തോലിക്ക സഭയിൽ പെർമിഷൻ കിട്ടി, ഇടവകയിൽ പെർമിഷൻ കിട്ടി. ഇനി ഇടവകയിൽ ഓരോ നാടുകളിലൂടെ ഫോർമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബ കൂട്ടായ്മകളിലൂടെ, കാറ്റീസം ക്ലാസ്സുകളിലൂടെ, ഞായറാഴ്ച ആചരണത്തിലൂടെ. അച്ഛൻ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഞായറാഴ്ച പള്ളി വരുന്നുണ്ടോ, കുടുംബ കൂട്ടായ്മയിൽ വരുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ കുടുംബ കൂട്ടായ്മയുടെ കാർഡ് കാണിക്കണം, ഇല്ലേ?
കുടുംബ കൂട്ടായ്മയുടെ കാർഡ് കാണിക്കണം. ഞായറാഴ്ച ഞാൻ നിന്നൊന്നും പള്ളി കാണുന്നില്ലല്ലോ എന്ന് അച്ഛൻ ചോദിക്കും. നിന്നെ കുറേ നാളായല്ലോ കണ്ടിട്ട് എന്ന് ചോദിക്കും. നീ പള്ളിയിലൊക്കെ വാ, എന്നിട്ട് ഞാനത് ചെയ്തു തരാം. ഇപ്പോൾ ഫോർമേഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫോർമേഷൻ നടക്കണം. ഫോർമേഷന് നമുക്ക് അത് നമ്മൾ തന്നെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഫോർമേഷൻ്റെ അവസാനം നമ്മൾ കടന്നു പോകേണ്ട ഒരു വഴിയാണ് ഒറ്റയ്ക്കാക്കപ്പെടും. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന കാര്യമാണ്, ഞാൻ ഒറ്റപ്പെടും, എല്ലാവരും എന്നെ ഇട്ടിട്ട് പോവും. നമുക്കറിയാമല്ലോ, കൊല്ലത്തുനിന്നുള്ള അച്ഛന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൊല്ലത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൈകൾ കെട്ടപ്പെട്ട ഈശോയുടെ തീർത്ഥാടന കേന്ദ്രം, തൂയമ്പള്ളി. അവിടെ എനിക്കിഷ്ടപ്പെട്ടൊരു രൂപമാണ് അവിടുത്തെ രൂപം. അപ്പോൾ അതിൽ ഈശോ ഇങ്ങനെ കൈകൾ ഇങ്ങനെ മുൻവശത്ത് ഇങ്ങനെ കെട്ടപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്ന ഈശോ. ഇത് ഒറ്റയ്ക്കാക്കപ്പെടും. നിനക്ക് ഇന്നൊരു സഹോദരനെ പരിചയപ്പെട്ടു, അവൻ ആരുമില്ല, അപ്പനും അമ്മയും മരിച്ചുപോയി, പെങ്ങന്മാരെ കല്യാണം കഴിപ്പിച്ചു, അവൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവൻ ഇന്നിവിടെ തീർത്ഥാടനം നടത്തുകയാണ്. ഒറ്റയ്ക്കാക്കപ്പെടുക അത് പരിശീലനത്തിൻ്റെ അവസാനത്തെ കാര്യമാണ്. മറിയം ഒറ്റയ്ക്കായില്ലേ? മറിയം ഒറ്റയ്ക്കായപ്പോൾ ഈശോ കൂട്ടിന് ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ് യോഹന്നാനെ കൊടുത്തു. ശിഷ്യന്മാരൊറ്റയ്ക്കായില്ലേ? അവർ കഥകടച്ച് മുറിയിലിരിക്കേണ്ട അവസ്ഥ വന്നു. ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ ഒറ്റയ്ക്കായില്ലേ? ഒറ്റയ്ക്കാക്കപ്പെടും. നിങ്ങൾ പരിശീലനത്തിലൂടെ കടന്നു പോയാൽ നിങ്ങൾ കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ് ഒറ്റയ്ക്കാക്കപ്പെടും. രോഗങ്ങൾ വരും, സങ്കടങ്ങൾ വരും, ദുരിതങ്ങൾ വരും. ദൈവമേ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ എന്ന് തോന്നും. ഇത് പരിശീലനത്തിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. ഇങ്ങനെയുള്ള പരിശീലനത്തിലൂടെ കടന്നുപോയാൽ കിട്ടുന്ന അനുഗ്രഹമാണ് കൺഫർമേഷൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഇന്നത്തെ ഒന്നാം വായന നടപടി പുസ്തകം 19-ാം അധ്യായം, അത് 1 മുതൽ 8 വരെയാണ്. 9-ാമത്തെ വാക്യം എന്താണെന്ന് അറിയാമോ? 9-ാമത്തെ വാക്യം, എന്നാൽ ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന് മുമ്പിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി വേറെ സ്ഥലത്തേക്ക് പോയി. മനസ്സിലായോ? ദുർവാശിക്കാരായ ആളുകളുണ്ട്. പരിശീലനം എനിക്കിപ്പോൾ ഇതൊന്നും പറ്റുകയില്ല. ദുർവാശിക്കാരായ ആളുകളുണ്ട്. ക്രിസ്തീയ പരിശീലനത്തിന് നിന്നുകൊടുക്കാത്ത ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. ക്രിസ്തീയ പരിശീലനത്തിന് നിന്നുകൊടുക്കാത്ത ആൾ, സഹനം വരുമ്പോൾ കർത്താവിനെയും സഭയെയും പഴിക്കുന്നവരും ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്നവരും ഒറ്റയ്ക്കാക്കപ്പെടുന്നത് പരിശീലനത്തിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അതും നീ കടന്നു പോകണം. ഈശോ പറയുന്നത് നിങ്ങളും ഞെരുക്കപ്പെടും, പക്ഷേ നിങ്ങൾ വിജയിക്കും, നിങ്ങളത് തരണം ചെയ്യും എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്. ഞെരുക്കമുണ്ടാകും, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവം, ഈശോ പറയുകയാണ്, ഈശോ എൻ്റെ കൂടെ പിതാവുണ്ട് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒറ്റക്കാക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഗെത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്ത് ഒറ്റക്കാക്കപ്പെട്ടവന്റെ കൂടെ നടക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഒറ്റക്കാക്കപ്പെടും. ഒറ്റക്കാക്കപ്പെട്ടവൻ വിജയിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളും വിജയിക്കും. ഇത് തന്നെയാണ് ഈശോ, നിങ്ങൾ ഞെരുക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ ഞാൻ കീഴടക്കിയതുകൊണ്ട്, ലോകത്തെ കീഴടക്കിയതുകൊണ്ട് നിങ്ങൾക്കും പറ്റും, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് ഈശോ പറയുകയാണ്. അപ്പം ഈ പരിശീലനം വേണം, തട്ടിക്കളയരുത്, എല്ലാം മടുത്തിട്ടിട്ട് പോകരുത്. ഈ വിശ്വാസ പരിശീലനം മരണം വരെ നിങ്ങൾ അത് കാത്തു സൂക്ഷിക്കണം. ദൈവം തന്നതാണ്. ഈ അഡ്മിഷൻ ദൈവം തന്നതാണ്. സഭയിലെ പെർമിഷൻ ദൈവം തന്നതാണ്. ഈ പെർമിഷനെ നിധിയോടുകൂടെ കണ്ട് ഫോർമേഷനിലൂടെ നമ്മൾ കടന്നു പോകണം. ഫോർമേഷനിലൂടെ കടന്നു പോയാൽ ദൈവം നമുക്ക് കൺഫർമേഷൻ തരും. അത് സംഭവിക്കട്ടെ. ഈ വരുന്ന ഞായറാഴ്ച കൺഫർമേഷൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന ദിവസമാണ്, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. അപ്പോൾ നമുക്ക് പല സങ്കടങ്ങളുണ്ടല്ലോ, ജോലിയില്ല, കല്യാണം നടക്കുന്നില്ല, വീടില്ല, ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം വാക്യം, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചാൽ നിങ്ങളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പോയി ക്രമീകരിച്ച് തരും. പരിശുദ്ധാത്മാവിന് അറിയാമല്ലോ ലോകത്തിൻ്റെ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന് എവിടെ എന്തൊക്കെ എന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചാൽ, സഭയിൽ അഡ്മിഷൻ കിട്ടിയ നിങ്ങൾ ഫോർമേഷനിലൂടെ കടന്നുപോയ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ക്രമീകരിച്ചു തരും. ഇരുളാർന്നു രന്മനതാരിൽ
രന്മനതാരിൽ മണിദീപമായി നീ വരൂ. പാവനാത്മാവേ നീ വരൂ. ദിവ്യസ്നേഹമേ നീ വരൂ. പാവനാത്മാവേ നീ വരൂ. പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും വന്ന് നിറയണമേ. ആമേൻ.